കാരനെ അറിയിക്കാതെ ഓഹരി കൈമാറിയതിൽ അതൃപ്തി അറിയിച്ചെന്നാണ് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞത്. എന്നാൽ കൈരളി ന്യൂസ് പുറത്തുവിട്ട വിവരാവകാശ രേഖ പ്രകാരം മുഖ്യമന്ത്രി കളവാണ് പറഞ്ഞതെന്ന് തെളിവോടെ പുറത്തു വന്നിരിക്കുകയാണെന്ന് VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് MSCക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാർ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനെ ഒരു അതൃപ്തി അറിയിച്ചില്ലെന്ന വിവരാവകാശ രേഖ ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രി തുടർച്ചയായി കള്ളം പറയുന്നതിന്റെ ആധികാരിക രേഖയാണ് പുറത്തു വന്നതെന്ന് മുൻ തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ രംഗത്തെല്ലാം കൃത്യമായി പറയുന്നത് ശരിയല്ല എന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറയേണ്ട ഗതികളിലേക്ക് എത്തിച്ചേരുന്ന വിവിധ വിഷയങ്ങൾ, അത് ഹെലികോപ്റ്റർ യാത്രയായിരുന്നാലും ശരി, അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള PMCയുടെ അടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി, വന്ദേമാതരത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി, ഈ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നതും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യസ്തങ്ങളായി എത്രയോ സംഭവങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും നിയമസഭയെ അദ്ദേഹം യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. അതിന്റെ ലംഘനമാണ് നടന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്നും VN വാസവൻ ആരോപിച്ചു. ഈ രംഗത്തെല്ലാം കൃത്യമായി പറയുന്നത് ശരിയല്ല എന്ന് പിന്നീട് അദ്ദേഹം തന്നെ പറയേണ്ട ഗതികളിലേക്ക് എത്തിച്ചേരുന്ന വിവിധ വിഷയങ്ങൾ, അത് ഹെലികോപ്റ്റർ യാത്രയായിരുന്നാലും ശരി, അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള PMCയുടെ അടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി, വന്ദേമാതരത്തിൻ്റെ കാര്യമായിരുന്നാലും ശരി, ഈ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നതും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതും തമ്മിൽ വ്യത്യസ്തങ്ങളായി എത്രയോ സംഭവങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും നിയമസഭയെ അദ്ദേഹം യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ വ്യക്തിയെ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. 2 പ്രാവശ്യമാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. ഇതിനുശേഷം ആവശ്യപ്പെട്ട രേഖകൾ നൽകാതെ കൈയൊഴിയുകയായിരുന്നു. മതിയായ രേഖകൾ ലഭിക്കാൻ നിയമപരമായി മുന്നോട്ടു പോകുവാനാണ് അപേക്ഷകന്റെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.